ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദാനിയേൽ 10:12 അവൻ പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. യെസ്, സ്നേഹമുള്ളവരെ, ദാനിയേൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ദാനിയേലിൻ്റെ അടുക്കിലേക്ക് ദൈവം ദൂതനെ അയക്കുന്നത്. ദാനിയേൽ എങ്ങനെയാണ് എളിമപ്പെട്ടതെന്ന് ദാനിയേൽ 10:2 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ച കാലത്തേക്ക് ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. യെസ്, ഇതായിരുന്നു ദാനിയേലിൻ്റെ എളിമ നിറഞ്ഞ പ്രാർത്ഥനയുടെ മൂല്യങ്ങൾ. വീണ്ടും യാക്കോബ് ശ്ലീഹ 5:17 ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കാനായി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷവും 6 മാസക്കാലവും ഭൂമിയിൽ മഴ പെയ്തില്ല. യെസ്, ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു എന്ന്. അപ്പോൾ മനുഷ്യരായ നാമും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ട്. ഇവിടെ ഏലിയ സഹനത്തോടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു മഴ പെയ്യിക്കാൻ വേണ്ടി നടത്തിയിരുന്നത്. അവൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ 3 വർഷവും 6 മാസക്കാലവും മഴ പെയ്തില്ല. ഓക്കെ, എന്നാൽ മഴ പെയ്യാനായി അവൻ വീണ്ടും തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടി വന്നു. തീക്ഷ്ണമായ പ്രാർത്ഥന മാത്രമല്ല, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം വീണ്ടും മഴ നൽകുന്നത്. മഴ പെയ്യാതെ ആയപ്പോൾ ആൾക്കാർ വെള്ളമില്ലാതെ വലഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ചു. അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് മഴ തരണമേ എന്ന്. എന്നാൽ ഓരോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് എണീക്കുമ്പോഴും തൻ്റെ സ്നേഹിതനെ പുറത്തേക്ക് അയക്കും, മഴയുടെ ലക്ഷണം വല്ലതുമുണ്ടോ എന്ന് നോക്കിയിട്ട് വായിരുന്നു. എന്നാൽ ഓരോ പ്രാവശ്യവും സ്നേഹിതൻ വന്ന് പറയും, ഇല്ല, മഴയുടെ ഒരു ലക്ഷണം പോലും കാണാനില്ല എന്ന്. അപ്പോൾ ഏലിയായ്ക്ക് മനസ്സിലായി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് തീഷ്ണതയുണ്ട്, എന്നാൽ സഹനങ്ങളും കൂടെ വേണമെന്നവന് തോന്നി. അപ്പോഴാണ് അവൻ മുട്ടുകുത്തി തൻ്റെ ശിരസ് മുട്ടുകൾക്കിടയിൽ വെച്ച് തീഷ്ണമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം സ്നേഹിതനോട് വീണ്ടും അവൻ അരുളി ചെയ്യുന്നുണ്ട്, പോയി നോക്കൂ, എന്തെങ്കിലും ഒരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ടോ എന്ന്. ആ പ്രാവശ്യം സ്നേഹിതൻ വന്നു പറഞ്ഞു, യെസ്, ഞാൻ കാണുന്നു, ഒരു കൈമേഘം ഞാൻ കാണുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഇവിടെ എളിമ നിറഞ്ഞ സഹനം നിറഞ്ഞ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ വേഗം എത്തുക എന്നുള്ളത് വളരെ സ്പഷ്ടമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.